എക്സ്ക്യൂസ് മീ സർ. യെസ്. മാനേജർ ഒന്ന് കാണാൻ പറ്റുമോ? ആരാ? സൂര്യനാരായണൻ. ജസ്റ്റ് എ മിനിറ്റ്. ഓ, സാറിനൊരു വിസിറ്റർ ഉണ്ട്. വൺ മിസ്റ്റർ സൂര്യനാരായണൻ. ഓക്കെ ഓക്കെ സർ, ചെല്ലു. ഓ, മേ ഐ കം ഇൻ സർ? യെസ്, കമിൻ. സൂര്യനാരായണൻ അല്ലേ? അതെ. ഇരിക്കൂ. ഓ, സമയനിഷ്ഠ പാലിക്കാറില്ല അല്ലേ? അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കള്ളൻ എന്റെ ബാഗ് അടിച്ചോണ്ട് ഓടി സാർ. പിന്നെ കള്ളന്റെ പുറകെ ഞാൻ ഓടേണ്ടി വന്നു. താനെന്തിനാണോ കള്ളന്റെ പുറകെ ഓടാൻ പോയത്? അല്ല, ഈ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളൊക്കെ ആ ബാഗിനകത്തായിരുന്നു സാർ. ആ, സാർ, അധികം ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. പഠിച്ചതൊക്കെ ഓട്ടത്തിനിടയിലും മറന്നുപോയി. ഗാനഭൂഷണമാണല്ലേ? അതെ സാർ, പക്ഷെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് സാർ. എന്ത് ജോലിയും ചെയ്യാനാണോ താൻ ഗാനഭൂഷണം എടുത്തത്? അത് എടുത്ത് പെട്ടുപോയതാണ് സാർ. അങ്ങനെ താൻ ഒരിക്കലും പറയരുത്. ഈ സംഗീതം എന്നൊക്കെ പറയണത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അതിനൊക്കെ ദൈവകടാക്ഷം വേണം. ഈ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു. ഈ കൃഷ്ണ നീ ബേഗേനെ ബാരോ എന്ന കീർത്തനം ഏത് രാഗത്തിൽപ്പെട്ടതാ? യമുന കല്യാണി. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ? സാർ ഏത് രാഗാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്ന് താൻ പറഞ്ഞതാണോ ശരി? ആ, ഓ, ഏതായാലും തൽക്കാലം സൂര്യനാരായണൻ ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യും. സാറിനെ ദൈവം രക്ഷിക്കുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടോ, തനിക്ക് ഇവിടെ ജോലി തരാനുള്ള കാരണം എന്തെന്നറിയോ? ഇല്ല. താൻ ഒരു കലാകാരനായതുകൊണ്ടാ. ഓ, കലാഹൃദയമുള്ള ഒറ്റ ഒരുത്തനും ഇവിടെ ഇല്ല. ഈ കമ്പ്യൂട്ടറും ലോണും പണവും ഭ്രാന്ത് പിടിക്കുക മനുഷ്യന്. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് ചെലവഴിക്കേണ്ടി വരും പാട്ടിനെ. ഓ, സാർ എപ്പോ ആവശ്യപ്പെട്ടാലും ഞാൻ പാടാൻ തയ്യാറാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആവശ്യപ്പെടുന്നു, എനിക്ക് തന്റെ ഒരു പാട്ട് ഇപ്പൊ കേൾക്കണം. സാർ, ഈ സമയത്ത് എടോ, കച്ചേരിയും കീർത്തനമൊന്നും വേണ്ട, ലൈറ്റ് ആയിട്ടൊരു പാട്ട്. എന്താ സാർ? ഹലോ, ഗാനലയത്തിലേക്ക് സ്വാഗതം. ഹലോ, മായല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ദേവസ്വകുട്ടി. അതെ ദേവസേട്ടാ, ഒരു കാര്യം. ദേവസ്യേട്ടാ, ഇപ്പഴാ സമാധാനായത്. ഞാൻ എത്ര ദിവസമായി വിളിക്കുന്നറിയോ? ഓരോരുത്തരും വിളിച്ചോണ്ടിരിക്കല്ലേ ദേവസ്യേട്ടാ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇളനീർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കച്ചവടം? ആ, കുഴപ്പമില്ല, അങ്ങനെ പോന്നു. നിങ്ങളെ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. താങ്ക് യു സോ മച്ച്. റേഡിയോ അതിരിക്കട്ടെ, ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്? അത് എനിക്ക് ഏതെങ്കിലും നല്ലൊരു പഴയ പാട്ട് മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? അതെ, എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്, ഈ സൂര്യനാരായണൻ. അദ്ദേഹത്തിന്റെ ആയിക്കോട്ടെ. ആളുകൂടെ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇളനീരിന് വേണ്ടി കാത്തു നിൽക്കുക. അതെയോ? അപ്പൊ ഓക്കെ, ഇനി വിളിക്കണേ ദേവസ്യേട്ടാ? തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ നമ്മുടെ ദേവസ്യേട്ടനും സൂര്യനാരായണനും വേണ്ടി ഈ ഗാനം കേൾക്കാം. കേട്ടില്ല അതിന്റെ ശബ്ദം? എന്താണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണോ? ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ശബ്ദം എങ്ങനെയാണെങ്കിൽ ആൾ എങ്ങനെ ഇരിക്കും? ഇടിവെട്ടായിരിക്കും, ഇടിവെട്ട്. ആ, ഏത് പാട്ടാ വേണ്ടത്? പാട്ടല്ല, കരിക്ക്. കരിക്ക് കൊഴല് വേണ്ടേ? പക്ഷെ ഊതാൻ പ്രിയ. ദേവസിക്കുട്ടി, ഒരു കരുക്ക്. അശോക് ഭായി കാണാനുണ്ടോ? എവിടെയാണ്? ഗുജറാത്തിൽ നിന്ന് എത്തിയുള്ളൂ. കുറച്ചു ദിവസം ഇനി ഇവിടെ കാണും. അച്ഛാ, അച്ഛാ, അച്ഛാ. നിന്നോടാ പറഞ്ഞ ഒപ്പിടാൻ. മര്യാദയ്ക്ക് നീ നിന്റെ അപ്പന് എന്താണോ വിചാരിച്ചത്? ചെറിയ സാറിന് അണ്ണാക്കി കൊടുക്കാനോ? ഇടാ ഒപ്പം. നിന്നോടാ പറഞ്ഞ ഒപ്പിടാൻ. ഒപ്പിടാനാ പറഞ്ഞത്. കഴിവറ മോനെ, ഇടാ മര്യാദയ്ക്ക്. ഒപ്പിടാ. പന്ന കഴിവേറിയുടെ മോനെ, നടുറോട്ടിലാണോ എന്റെ ഗുണ്ടായിസം? എന്താ ചേട്ടാ പ്രശ്നം? എന്റെ കയ്യിൽ നിന്ന് ഇവർ മുദ്രപത്രം ഒപ്പിട്ട് വാങ്ങി. എവിടെയാ മുദ്രപത്രം? എവിടാ? കാട്ടിപ്പറമ്പാ വേണ്ട, ആ പിള്ളേരെ വിട്ടേക്ക്. അത് ഞമ്മളെ പിള്ളേരാ. ഓ, വീട്ടിലേക്ക് നീ എന്ത് ചെയ്യൂടാ? വേണ്ട കാട്ടിപ്പറമ്പ,
എല്ലാം തുടങ്ങി വെക്കാൻ എളുപ്പമാ. വിട്ടേക്ക്. ഓഹോ, അപ്പോ മുൻമന്ത്രി കൂടി ചേർന്നുള്ള ഗുണ്ടായുസമാണല്ലേ? അതേടോ, ഗുണ്ടായസം തന്നെയാ. എടാ സേട്ടു, നീയും നിന്റെ അപ്പൻ സേട്ടും കൂടി എന്നെ ചതിക്കായിരുന്നു അല്ലേ? ആര് പറഞ്ഞിട്ടാ ഞാൻ അഡ്വാൻസ് കൊടുത്ത ഭൂമിയുടെ മേൽ നീ സ്റ്റേ കൊടുത്തത്? എന്നിട്ട് ഒഴിഞ്ഞു തരാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പണം തന്നപ്പോ അതുമായിട്ടൊരു മുങ്ങലും. പറയടാ, ആരാ എന്റെ പിന്നിൽ? അത് വേണ്ട, നീ ബുദ്ധിമുട്ടി പറയണ്ട. ഇവന്റെ കയ്യിൽ നിന്ന് എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. പോയിക്കോ. ചെറിയാനെ കളി പഠിപ്പിക്കരുതെന്ന് നിന്റെ അപ്പൻ സേട്ടിനടുത്ത് പറഞ്ഞേക്ക്. ഓടാ. കാട്ടിപ്പറമ്പ, എന്റെ പിള്ളേരെ തൊട്ടുള്ള കളി അത് വേണ്ട. ഞാൻ അവരെ കൊണ്ടുപോവാ. അതെ, സാറിപ്പോ പൊയ്ക്കോ. പക്ഷെ കൈത്തരിപ്പ് മാറ്റാൻ ഇവന്മാർ എന്റെ ഒരിക്കൽ കിട്ടും. പോയിക്കോ. ചെറിയാൻ, എടാ നീ എന്താടാ ഇവിടെ? ഞാനിവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാ. ഇവിടെ ബാങ്കിലോ? എടാ എന്നിട്ട് നീ ഒന്ന് എന്നെ വിളിക്കുക പോലും ചെയ്തില്ല. ഞാൻ കരുതിയത് നീ തിരുവനന്തപുരത്തെങ്ങാനായിരിക്കുന്ന. മന്ത്രിസ്ഥാനൊക്കെ പോയപ്പോ വിത്ത് ഫാമിലി ഇങ്ങോട്ട് താമസം മാറ്റി. സത്യം പറഞ്ഞാൽ നിന്റെ ഇവിടുത്തെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. നീ റോട്ടിലിറങ്ങി കളിയൊക്കെ തുടങ്ങിയില്ലേ? പിടിച്ച് നിക്കണ്ട അളിയാ. വാടാ, വന്ന് വണ്ടി കയറ്. അല്ല, ഞാൻ ഡ്യൂട്ടിയില്ല. എന്തോന്ന് ഡ്യൂട്ടി? വന്ന് വണ്ടി കയറണം. പ്ലീസ്, ഫസ്റ്റ് ഡ്യൂട്ടി അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്നു. വാക്ക് മാറിയാലുണ്ടല്ലോ, നിനക്ക് അറിയാലോ എന്റെ സ്വഭാവം. നീ സിറ്റിയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇരിക്കും. ഇനി വീട് അറിയില്ല, നമ്പർ അറിയില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇതാ എന്റെ കാർഡ്. ഓക്കെ, അപ്പൊ വൈകിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ബൈ ബൈ. മാപ്പ് കരോ. കുത്തേ, നിങ്ങളാരാ ഇപ്പൊ ബോംബെ കൂടെ കെട്ടിയെടുക്കാൻ പറഞ്ഞത്? നീയും നിന്റെ മോനും കാരണം എനിക്ക് നഷ്ടമായത് കോടികൾ വിലമതിക്കുന്ന ഭൂമിയാ. ചെറിയാനോട് നേരിട്ട് അംഗം വെട്ടാൻ അറിയാഞ്ഞിട്ടല്ല നിന്നെ പോലെ ചെറ്റയെ നടുവിൽ കളിച്ചത്. മാപ്പ് കരോ ഭയ്യ. എന്നെ കൊണ്ട് വെറുതെ കടുകയൊന്ന് ചെയ്യിപ്പിക്കണം. നീ പോയിക്കോ എന്നെ മുമ്പിൽ തങ്ങ്. എന്നും ആ ചെറ്റയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന അപ്പന്റെ ഈ പ്രകൃതം കാണുമ്പോഴാണ് എനിക്ക് ഒന്ന് സമ്മതം മൂളിയാൽ അപ്പന്റെ കണ്ണിലെ ആ കരട് എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഞാൻ. വേണ്ട, ഒന്നും കൊടുത്തും കുറെ കളിച്ചതാ ഞാൻ. ഇനി അത് ബുദ്ധിയല്ല, കളിക്കണം. അവനെ വെച്ച്, ആ ചെറിയാനെ വെച്ച് കളിക്കണം.